ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലത്തെ വാർത്ത കേട്ടിട്ട് എല്ലാവരും ഞെട്ടിയിട്ടില്ലതല്ലേ. മറ്റേ പണ്ടത്തെ പോലെ നോട്ട് നിരോധനം വന്നു എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പേടിയല്ലേനോ. പണ്ട് പ്രധാനമന്ത്രി ബയോ ബഹനോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര പേടിച്ചിട്ടല്ലേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒട്ടും പേടിച്ചിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് എപ്പോൾ നോട്ടൊന്നും സ്റ്റോക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. കുറേ ആൾക്കാരെ എത്രയാ പെണ്ണുങ്ങൾ പിന്നെ ആണുങ്ങളുണ്ടാവുമായിരിക്കും. ഇങ്ങനെ ആൾക്കാർ ഈ പേഴ്സിൽ നിന്ന് എടുക്കുന്ന പരിപാടി, കീശയിൽ നിന്ന് എടുക്കുന്ന പരിപാടിയെല്ലാം കുറേ ആൾക്കാർക്കില്ലേ. എനക്കതില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഞാൻ പറയാം. അങ്ങനെ എടുക്കുന്നവരെ വീട്ടിൽ മഹാലക്ഷ്മി നിൽക്കില്ല എന്നുള്ളൊരു അറിവ് പറയുന്നേക്കാം. ഒരിക്കലും കീശയിൽ കൈയിട്ടെടുക്കാൻ പാടില്ല, പേഴ്സിൽ കൈയിട്ടെടുക്കാൻ പാടില്ല. അത് എൻ്റെ ഒരു വിശ്വാസമാണ്, ഓരോരാളെ വിശ്വാസമാണ്. അപ്പോൾ ചേട്ടനെ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് പിന്നെ പൈസ കൊയ്ക്കുമ്പോൾ എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സ് എടുത്ത് കൈ കൊണ്ട് കൊടുത്തിട്ട് എടുത്തരാൻ പറയും. നീ അതിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എടുക്കൂലേ പൈസ, അങ്ങനെ ഇതുവരെ ഞാൻ എടുത്തില്ല. അപ്പോൾ നോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് വന്നത് മലയാള മനോരമ പത്രത്തിൻ്റെ പിന്നെ ആദ്യത്തെ പേജിലും മാതൃഭൂമിയിലും കുറേ പേപ്പറിൽ വന്നതിന് ദേശാഭിമാനി വന്നിട്ടില്ല എന്നെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ വാർത്തയിൽ കേൾക്കുന്നത് പറയുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയില്ലേ എന്നാണ് നോട്ട് നിരോധനം എന്നിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യാജ വാർത്തയായിട്ട് നമ്മൾ പേപ്പറിലെല്ലാം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലോ എഴുതി വരും. പിന്നെ നമ്മൾ പറയും അത് നമുക്ക് തന്നെ അത് ശീലമായതുകൊണ്ട് നമ്മൾ പറയും അതെല്ലാം വെറുതെ പറയുന്നതായിരിക്കും എന്ന് പറയും. യൂട്യൂബിൽ വന്ന് എന്നെല്ലാം പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ നമ്മൾ പേപ്പറിൽ വന്ന് പറഞ്ഞാൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഓർമ്മ വെച്ചാൽ മുതൽ നമുക്ക് അതിൽ വരുന്ന വാർത്തകൾ ഏറ്റവും വിശ്വാസകരമായ വാർത്തകളാണ് വരിക എന്നുള്ളൊരു വിചാരമല്ലേ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പോലെയൊന്നും പത്രങ്ങളൊന്നും അങ്ങനെ ചെയ്യുമല്ലോ. പ്രത്യേകിച്ചിട്ട് മനോരമ, മാതൃഭൂമി, പിന്നെ ദേശാഭിമാനി, അങ്ങനത്തെ ഈ 3 പത്രങ്ങളിൽ നമ്മൾ ആ സമയത്തെല്ലാം എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. പിന്നെ എന്തെല്ലോ കൗമുദിയും ചന്ദ്രിക എന്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ 3 ശരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിലെല്ലാം വരുന്ന വാർത്തകളെല്ലാം ശരിയായിരിക്കും എന്നല്ലേ വിചാരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിൽ ഞാൻ കൂടുതൽ നോക്കുന്നത് ഷാജൻ, പിന്നെ മറുനാടൻ ഷാജൻ സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ വാർത്ത. അപ്പോൾ അവരത് കൂടുതലും സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയല്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ അതിലെ ന്യൂസിൽ നിന്നൊന്നും അങ്ങനെ മനസ്സിലാവുമല്ലോ. പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്ന വാർത്തയാണ് അത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മാത്രം ഇങ്ങനെ പറയുന്നവർക്ക് ആണ് തെറ്റുപറ്റുന്നതെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇത് മാതൃഭൂമിയിലൊക്കെ പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് 2050 ഫെബ്രുവരി 24 വരുന്ന വാർത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൽ പറയുന്ന റിസർവ് ബാങ്ക് ഗവർണറുടെ പേര്, പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര്, അങ്ങനെയുള്ള പേരുകളെല്ലാം മാറ്റാം. അതെല്ലാം വായിക്കുമ്പോൾ തന്നെ ഇതെന്തോ വാർത്ത തട്ടിപ്പെന്ന് അങ്ങനെ മനസ്സിലാവുമല്ലോ. പക്ഷെ പരസ്യമായിട്ട് ആ വാർത്ത കാണുമ്പോൾ അതൊരു പരസ്യമായിട്ട് തോന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ നോട്ട് ദിനത്തിൻ്റെ സമയം നാട്ടിൽ നിന്ന് എത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് ടാക്സി ഓടിച്ചിട്ട് വരുമ്പോൾ നേരെ 2000-ൻ്റെ നോട്ടാണ് അന്ന് നിരോധിച്ച്. അപ്പോൾ നമ്മൾ ആ നോട്ടാണ് കൊടുക്കുന്നത്. നമ്മളറിയുന്നില്ല, നമ്മൾ വണ്ടിയിലല്ലേ രാത്രി ഇറങ്ങുന്നു. അപ്പോൾ ന്യൂസൊന്നും അറിയുന്നില്ല. എന്നാൽ ഡ്രൈവർ മേടിച്ചിട്ടും പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അവർക്ക് മാറ്റാൻ പറ്റും. എന്നിട്ട് ആണ് അറിയുന്നത്. പക്ഷെ നമ്മളതിലൊന്നും നമുക്കൊന്നും ബാങ്ക് പോകേണ്ട ആവശ്യം വരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടാവാത്തതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരുപാട് പൈസയായിട്ട് അങ്ങനെ വെക്കുന്നില്ലല്ലോ. കാർഡ് ഉപയോഗിക്കലും പിന്നെ അത്യാവശ്യം ഒരു 500,000 ഞാൻ അങ്ങനെ വെക്കലും. ഇപ്പം പിന്നെയും അത്രയും ഉണ്ടാവില്ല എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നാമത് പൈസ കൈകാര്യം ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. പിന്നെ നമുക്കങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന സമയത്ത് പൈസ കയ്യിൽ വെക്കുന്നത് അങ്ങനെയല്ലേ ഉള്ളൂ. പിന്നെ ഓരോ പെണ്ണുങ്ങൾക്ക് നല്ല കഴിവല്ലേ പൈസ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ കഴിവില്ല. എനിക്ക് ഭയങ്കര ചിലവാക്കുന്ന ടൈപ്പ് ഇതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ്. അന്നത്തെ കാലത്തെല്ലാം എത്ര ആൾക്കാരതാണ് പിന്നെ പൈസ ഇഷ്ടം പോലെ മഞ്ഞപ്പൊടിയുടെ ഡബ്ബയിലും അരി വെക്കുന്ന പാത്രത്തിലും പിന്നെ ഇങ്ങനെയുള്ള എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് അതെല്ലാം ഭർത്താക്കന്മാർ കണ്ടുപിടിച്ചു എന്നല്ലേ പറയുന്നത്.
ഭാര്യമാർ ഇത്രയും പൈസ സൂക്ഷിക്കുന്നുണ്ടെന്ന് ആ സമയത്ത് മനസ്സിലായി എന്ന് പറയുന്നു. അങ്ങനെയാണ് പുതിയ വാർത്ത. അപ്പോൾ ആരും പേടിക്കണ്ട, നോട്ടൊന്നും നിരോധിച്ചിട്ടില്ല. എല്ലാ നോട്ടുകളും നിരോധിച്ചിട്ട് ഡിജിറ്റൽ പിന്നെ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നില്ല. ട്രാൻസാക്ഷൻ ഇപ്പോൾ അങ്ങനെ തന്നെ നടക്കുന്നത്. പിന്നെ അതൊക്കെ ആവുമായിരിക്കും, ഇപ്പോൾ ആയിട്ടില്ല എന്നല്ലേ പറയുന്നു. എല്ലാ നോട്ടൊന്നും നിരോധിച്ചില്ല എന്നല്ലേ പറയുന്നു. അപ്പോൾ അങ്ങനെ സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.